ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ബാംഗ്ലൂർ പോവാണ്. പോകാനുള്ള ഒരു സ്ലീപ്പർ ക്ലാസ് ബസ്സിലാണ്. പോകാനെല്ലാം കിടന്നു പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബസ്സിൽ കയറുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ എനിക്ക് ആദ്യം ഇത്തിരി ക്ലസ്റ്റർഫോബിക്കായി. പെട്ടെന്ന് എല്ലാം അടഞ്ഞ് ചൂടെടുക്കില്ല. പിന്നെ ഇവിടെ എൻ്റെ മേളിൽ AC ആണ് കണ്ടുപിടിച്ചത്. അപ്പം സാധനം ഓക്കെ. ഇപ്പോൾ ഞാനിവിടെ ജനലിൻ്റെ കർട്ടൻ മാറ്റി. ഇത് കർട്ടൻ ക്ലോസ്ഡാണ്. ഞങ്ങൾ എല്ലാവർക്കും കൂടെ കപ്പിൾ സീറ്റ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഹരി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫുൾ ഇരുട്ടായിരിക്കും. ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളത്. ഹരിയുണ്ട്. ഹരി അപ്പുറത്തെ കൂപ്പയിലുണ്ട്. അപ്പം അവനിങ്ങനെ ഡബിൾ എടുത്ത് കൂടെ ആയിരിക്കില്ല. ആരെയും ചിലപ്പോൾ വരും. അപ്പോൾ ഇനി ബാംഗ്ലൂർ ഞങ്ങൾ നാളെ രാവിലെ ഒരു 9:30 ആകുമ്പോൾ, ഇപ്പം ഞങ്ങളൊരു 10:30 ആയപ്പോഴാണ് ഇവിടുന്ന് കയറിയത്. പെരുമ്പാവൂരിൽ നിന്ന് ഒരു 9:30 ആകുമ്പം ഞങ്ങൾ നാളെ രാവിലെ ബാംഗ്ലൂർ എത്തും. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ സൗണ്ടിൽ എത്തി വ്യത്യാസം കാണും. കാരണം എനിക്ക് ഒരു പനി വന്നിട്ട് സൗണ്ട് പോയിരിക്കാം. അപ്പോൾ ഇനി ഇത് സൗണ്ട് കേൾക്കത്തില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തോളാം. ഓക്കെ, നമുക്ക് വാട്ടറൊക്കെ പ്രൊവൈഡഡ് ആണ്. ഇൻ കേസ് ഇനി രാത്രി ആവശ്യം വന്നാലോ എന്നോർത്തൊക്കെ ആയിരിക്കും. പിന്നെ വണ്ടി കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി മഴയൊക്കെ തുടങ്ങി. ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇത്തിരി ഷോർട്സ് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാൻ കിടന്ന് നല്ല സുഖമായിട്ട് സൈഡായി. ഒരു അതിരാവിലെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അജ്മൽ മറ്റേ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പം അവൻ എന്നെ വിളിച്ചത് രാവിലെയായി എന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ്. അപ്പോൾ ബാംഗ്ലൂർ എത്താറൊന്നും ആയില്ല. ഇനിയുണ്ട്. അത് രാവിലെ 5 മണിയോ 6 മണി അങ്ങനെയാണ് സമയം. അപ്പം ഞാൻ കുറച്ചും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു 9:30 ആകുന്നതിന് മുമ്പ് 8:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാംഗ്ലൂർ ജസ്റ്റ് എത്താറായി. ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. വഴിയോരത്ത് എല്ലാവരും അതേ പൂവൊക്കെ വെക്കുന്നു. രാവിലെ 9:30 ആവുന്നുള്ളൂ. ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റി പാസ് ചെയ്തു. ഇനി ഞങ്ങൾ മജസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഇറങ്ങാൻ പോണത്. അത് എവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. പല്ലൊക്കെ തേക്കണം. പിന്നെ ഒരു 1 മണിയാകുമ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. 1 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളിതേ ബാംഗ്ലൂർ എത്തി. ഞങ്ങൾ വന്ന് ഇറങ്ങിയത് മജസ്റ്റിക് എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് സ്റ്റോപ്പിലാണ്. അപ്പം അവിടുന്ന് ഭയങ്കരമായിട്ട് മുട്ടാണ്. ഞങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മെട്രോയിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഇടത്തോട്ട് പോകാനാണ്. അപ്പം അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു വളരെ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞു തന്നാട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. 5 രൂപ ഒരാൾക്ക് കൊടുത്ത് ഞാനും അജ്മലും ഹരിയും മൂത്രമൊക്കെ ഒഴിച്ചു. ഇനി ഇവിടുന്ന് ഞങ്ങൾ മെട്രോയിലോട്ട് നടക്കും. എന്നിട്ട് അവിടുന്ന് പോകും. ഓക്കെ ഗൈസ്, ഞങ്ങൾ മെട്രോയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ കണ്ട ശരിക്കൊരു ബാംഗ്ലൂരിൽ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നൊരു കൊച്ചുവെച്ചാൽ പോലെ ഉണ്ട്. വെയിറ്റ് ചെയ്യാനൊന്നും പറയില്ല. ഓ ഗൈസ്, പല്ലൊന്നും തേച്ചില്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നെവർ മൈൻഡ്. ഇനി ഞങ്ങൾ ഹോട്ടലിൽ ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രഷനപ്പ് ആവും. ഇപ്പോൾ ഞങ്ങൾക്കൊരു 9 മണി ആയതേ ഉള്ളൂ. ഇവിടുന്ന് മെട്രോ കയറി ഫുഡ് കഴിക്കാൻ അടുത്ത് പോയി ഫുഡ് കഴിച്ച് ബാക്കി തൊട്ടടുത്ത് വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അത് കാണാൻ പോയിട്ട് പിന്നെ 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇത് KSRTC ടെർമിനലാട്ടോ. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ആരുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ കസ്റ്റമർ കെയറിൽ ചോദിക്കാൻ ഓർത്തു. അപ്പോൾ ഞങ്ങളിവിടെ കയറി വന്നത് ഇവിടെ ചെക്ക് ഇൻ ഇതൊക്കെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിലാണ് വന്ന് അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തി. ടിക്കറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ ലാൽബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. അവിടെ നിന്ന് നടന്ന് കയറി ഞങ്ങൾ MTR എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അപ്പോൾ അവരുടെ ഫേമസ് വട ഫിൽറ്റർ കോഫിയൊക്കെ കിട്ടുമെന്ന് കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോകണം. എടാ ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ കൗണ്ടറിൽ ഈ മെട്രോ വരുന്ന സ്ഥലത്തോട്ട് പോവുകയാണേ. ലഗേജ് കൊണ്ടൊക്കെ എൻ്റെ കയ്യിൽ ലഗേജൊന്നുമില്ല. അച്ഛന് കുഞ്ഞു ബാഗുള്ളൂ, ടീ ബാഗ്. അപ്പോൾ ഞങ്ങൾ മെട്രോയുടെ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഹരിയുടെ കയ്യിൽ മറ്റേ കുഞ്ഞു കോയിനുണ്ട്, ഇങ്ങനെ ഇട്ടിട്ട് കയറുന്ന സാധനം. അപ്പോൾ അടച്ചു തന്നെ കാണിക്കാം. ഓക്കെ, ഞങ്ങൾ ഈ മെട്രോയിലാണ് വന്ന് ഇറങ്ങിയത്. മെട്രോയുടെ ഉള്ളിൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഇടയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ മെട്രോ വന്നിറങ്ങി. ഞങ്ങൾ ലാൽബാഗ് സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ലാൽബാഗ് ആട്ട് ഞങ്ങൾ മജസ്റ്റിക്കിൽ വന്ന് ഇറങ്ങി ബസ്സിന്. അവിടുന്ന് ഞങ്ങൾ മൂത്രമൊഴിക്കാൻ ഒരു വളം തിരിഞ്ഞു. പിന്നെ മെട്രോയിൽ നിന്ന് കയറി ലാൽബാഗിൽ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ MTR ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ലാൽബാഗ് എന്ന് പറഞ്ഞ പാർക്ക് ക്രോസ് ചെയ്ത് നടന്ന് MTR പോകാനായിരുന്നു.
പക്ഷേ അത് ഭയങ്കര ലോങ് ആണെന്ന് കണ്ടുകൊണ്ട് മൊത്തം ലഗേജ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ഊബർ വിളിച്ചു. ഈ ഊബർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ഊബർ വിളിച്ചൊരു ഓട്ടോയിൽ കയറിയതാണ്. നിങ്ങൾ കാണത്തോന്ന് എനിക്കറിയില്ല. ആ പുള്ളിയുടെ യൂട്യൂബിൻ്റെ സെർച്ചാണ്. അപ്പച്ചനെ ബ്ലർ ചെയ്തേക്കാം. ഓട്ടോയിലുള്ളൊരു സ്ഥാനം എന്നിട്ട് പെൺകൊച്ച് തന്നെ കയറിയ പേടിച്ചു എന്നുള്ള ഓർമ്മ. നമ്മളങ്ങനെ MTR ഹോട്ടലിലെത്തി. ഇവിടെ ഒരു സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. തിരക്ക് മാത്രമല്ല നല്ല പ്രൈസുമാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇവിടെ നമ്മളൊരു വെയിറ്റിംഗ് ഏരിയ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാഫ് ഒരു ഗാർഡിനെ പോലെ ഇവിടെ നിൽപ്പുണ്ടാവും. തിരക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് വരുന്നവരുടെ പേര് എഴുതിയെടുക്കും. എന്നിട്ട് സീറ്റ് ഒഴിവാകുന്നതനുസരിച്ച് നമ്മൾ അകത്തോട്ട് വിളിക്കും. അങ്ങനെയാണ് സെറ്റപ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഇവിടെയുള്ള ഇപ്പോൾ ഈ പിങ്ക് പോലത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് ഇവിടുത്തെ സ്റ്റാഫ്. നിങ്ങളവരുടെ കാലുകളിലോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരും തന്നെ ചെരുപ്പ് ഇട്ടിട്ടില്ല. അത് വേറൊരു സാധനം ഞാൻ ശ്രദ്ധിച്ചതാണ്. പിന്നെ ഞങ്ങളുടെ തിരക്ക് ഞങ്ങളുടെ പേര് വിളിച്ചപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. കൃത്യം 3 പേർക്കുള്ള സീറ്റ് ഒഴിവായപ്പോഴാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ഇതാണ് അവിടുത്തെ ടേബിൾ. നമ്മൾ കയറിയിരുന്നു. അജ്മലും ഹരിയും വാഷ് ചെയ്യാൻ പോയേക്കാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഫേമസ് നമ്മൾ പറയുന്ന ഫിൽറ്റർ കോഫി മസാല ദോശയൊക്കെയാണ്. ഒരു പ്രത്യേകതരം ഗ്രേവിയൊക്കെ ഉള്ള മസാല ദോശയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മസാല നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെയാണ്. പിന്നെ ഒരു ഗ്രീൻ ചട്നി പോലത്തെ ഒരു സാധനം. മസാല ദോശ വന്നു. സാധനം കൂടെ ഓർഡർ ചെയ്തു. അതാണ് ബിസ്ലറി ബാർ. ഉപ്പുമാവിൽ മസാല ആഡ് ചെയ്തതാണ് ഇവർ പറയുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. എൻ്റെ മസാല ദോശ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കോഫി ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ആക്ച്വലി MTR എന്ന് പറയുന്നതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മാവേലി ടിഫിൻ റൂംസ് ആണ്. കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു വലിയ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൊക്കെ പോലെ തോന്നും. പക്ഷേ ഇത് ശരിക്കും നല്ലൊരു വലിയ റെസ്റ്റോറൻ്റാണ് ഉള്ളിൽ. ഭയങ്കര ഫേമസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് പോവുകയാണ്. നമ്മുടെ ചെക്ക് ഇൻ ടൈം 1 o'clock ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏകദേശം 11 മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് കുറച്ച് ലഗേജ് ഉള്ളതുകൊണ്ടും പിന്നെ നമുക്ക് ബാക്കി ഫ്രഷ്നപ്പ് ആകാൻ വേണ്ടി നമ്മൾ ഇത്ര നേരത്തെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഊബർ ബുക്ക് ചെയ്ത് ഓട്ടോയിലാണ് പോകുന്നത്. നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് മെട്രോ വഴി പോകാമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പറഞ്ഞ പോലെ കുറച്ച് ലഗേജ് ഉള്ളതുകൊണ്ട് ഇത്തിരി ടഫായിരിക്കുമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തത്. ഇത്തിരി കൺജസ്റ്റഡ് ആയിരുന്നു കുറച്ച് ലഗേജൊക്കെ വെച്ചിരിക്കാൻ. പക്ഷേ എന്നാലും പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. 45 മിനിറ്റ് ആക്ച്വലി റൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ഓട്ടോ ചേട്ടന്മാരുടെ റൈഡ് എന്ന് പറഞ്ഞാൽ എത്ര കുഞ്ഞ് കൺജസ്റ്റഡോ ട്രാഫിക്കിലോ ഒക്കെ ആണെങ്കിൽ അവർ ഇടിച്ചു കുത്തി എങ്ങനെയൊക്കെയോ ഹൊറർ ഫീലായിരുന്നു. അതിൻ്റെ അകത്ത് ഇരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. അത്രയും നമ്മൾ ഞാനും അജ്മലും ഹരിയും ഭയങ്കര അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് നമുക്ക് പേടിയാവും ആക്ച്വലി. പിന്നെ അതായിട്ട് അങ്ങ് യൂസ് ടു ആയി. 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ 45 മിനിറ്റിൽ നമ്മുടെ സ്റ്റേയിലെത്തി. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത Airbnb. അപ്പം നമ്മളോട് നേരത്തെ ചെക്ക് ഇൻ ടൈം താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട്. അപ്പോൾ ഹോസ്റ്റ് വന്ന് നമുക്ക് വാല് തുറന്ന് തരും. എന്നിട്ട് വേണം നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടുന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് വേണം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അടുത്ത പ്ലാനിലോട്ട് പോകാൻ. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇനി ഒരു ഷോപ്പിങ്ങിന് പോകണമെന്നാണ്. എന്നിട്ട് ഇനി നമുക്ക് വീണ്ടും ഉള്ളിൽ ചെന്നിട്ട് ഞങ്ങൾ സ്റ്റേയിലെത്തി. ഇതൊരു സോഫ കംബെഡാണെന്നാണ് അവർ പറയുന്നത്. കുഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ. ഇവിടെ കിച്ചൺ സെറ്റപ്പ് ഇല്ലാട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചൂടാക്കാം. ഇവിടെ പൂട്ടിക്കിടക്കുക നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്നാ ഉള്ളതെന്ന് എനിക്കറിയില്ല. പോയി നോക്കാവേ. ഇവിടെ എന്താ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കവാടം പോലെ ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ടോയ്ലറ്റ് ഉണ്ട്. ഇതിൽ അജ്മൽ കയറിയിരിക്കുക. അതിലൊരു ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ ഇവിടെ ഒരു ബെഡുണ്ട്. ഒരു കപ്പോർഡുണ്ട്. AC. ഇത്രയുള്ളൂ. ഗൈസ് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി റെഡിയായി. ഇനി ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിൽ പോവാണ് ഷോപ്പിംഗ് ചെയ്യാൻ. ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങൾ മെട്രോ തന്നെ പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. അപ്പം ഇവിടുന്ന് ഒരു 11 മിനിറ്റ് നടന്നാൽ നമുക്ക് എവിടെ എത്തും? മെട്രോ സ്റ്റേഷനെത്തും. അവിടുന്ന് നമ്മൾ ഇന്ദിരാനഗറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ദിരാനഗറിൽ നിന്ന് നമ്മൾ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ചർച്ച് സ്ട്രീറ്റ് എത്തും. അതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം മുമ്പിൽ ഹരിയും അജ്മലും കൂടെ പോകുന്നുണ്ട്. ഞാൻ നടക്കാണ്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ട്രീറ്റ്, ഇന്ദിരാനഗർ സ്ട്രീറ്റ്. നല്ല രസമുണ്ട് കാണാൻ. ഇനി
മെട്രോയുടെ അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് ചെന്നിട്ട് കാണിച്ചു തരാം. ടാറ്റാ. മെട്രോ സ്റ്റേഷനിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് അവിടെ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. നടന്നവിടെ എത്തുമ്പോൾ മെട്രോയിൽ കയറി ഞങ്ങൾ. ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇവിടുന്ന് കയറി MG റോഡിൽ ഇറങ്ങി. അവിടുന്ന് 5 മിനിറ്റ് നടന്ന് നമ്മൾ നമ്മുടെ ചർച്ച് സ്ട്രീറ്റിലെത്തി ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ അവിടെ ചേട്ടാ ബൈ. മെട്രോ വരുന്നുണ്ട്. നമ്മൾ ഈ മെട്രോയിലാണ് കയറുന്നത്. ഇത് കയറിയിട്ട് നമ്മൾ MG റോഡ് ഇറങ്ങും. അല്ലേ ഞങ്ങളിപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ചർച്ച് സ്ട്രീറ്റിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ കുറച്ച് ഷോപ്പൊക്കെ ചെയ്യാൻ തുടങ്ങാമല്ലോ എന്ന് ഓർത്തിങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗാണ് ഉദ്ദേശിച്ചത്. കയറി ചെന്നത് ഒരു ചേട്ടൻ കുടയും പിടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് സ്മെല്ല് നമുക്ക് പെർഫ്യൂമിൻ്റെ ഒക്കെ നമുക്ക് വഴി കൂടെ നടക്കുമ്പോൾ മണം കാണിക്കും. അത് ഇഷ്ടപ്പെടുന്നവർ അവരുടെ കടയിൽ പോയി പെർഫ്യൂം വാങ്ങാം. അത് ഒരു അജ്മൽ ഒരു മണം ഇഷ്ടപ്പെട്ടിട്ട് ഈ പുള്ളിയുടെ പുറകെ പോയി. അത് കൂടാണ്ട് ഞാൻ ഈ സൈഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കടകളാണ്, യൂണിസോളും പിന്നെ ബാംഗ്ലൂരിൽ തന്നെ മിനിസും ഉണ്ട്. ഞങ്ങൾ രണ്ടിലും കയറി. പക്ഷെ അതിന് മുമ്പ് അജ്മൽ ഈ പറഞ്ഞ പെർഫ്യൂം വാങ്ങാൻ വേണ്ടി ആ പുള്ളിയുടെ പുറകെ പോയി. അപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയൊക്കെ കുറച്ച് കടകളുണ്ട്. അങ്ങേയറ്റത്താണ് നമ്മുടെ പെർഫ്യൂം കട. കടയുടെ ഒരു സിഗ്നേച്ചർ എന്നാണ്. അവിടുന്ന് അജ്മൽ കുറച്ച് പെർഫ്യൂമൊക്കെ നോക്കി പർച്ചേസ് ചെയ്തു. ഞങ്ങളിപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോപ്പിംഗ് ചെയ്യണം. അജ്മൽ ഒരു പെർഫ്യൂം വാങ്ങി. ബഡ്ജറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങിയത് 999 രൂപയുടെ ഒരു ഇതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഡ്യൂപ്പൊക്കെ കിട്ടും. വലിയ ബാഗൊക്കെ ഇരിപ്പുണ്ട്. ക്രിസ്ത്യൻ ഡിയോറിൻ്റെ ഒക്കെ. എന്തോരം രൂപയെന്ന് അറിയാൻ പാടില്ല. ചോദിച്ച് നോക്കണം. ബ്രാൻഡഡ് ബാഗ്സ്, വാൻ ഹുസൻ, മൊക്കോബാറ, ആരോ, ലൂയിസ് ഫിലിപ്പ്. ഞങ്ങളപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് ഇത്തിരി കൂടെ മാറി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാൻ വേണ്ടി ഇത്തിരി നടന്നു. അപ്പം ഇവിടെ ഒരു കുഞ്ഞ് കമ്മലുകൾ കണ്ടു. അവിടുന്ന് കുറച്ച് കമ്മൽ പർച്ചേസ് ചെയ്തു. പിന്നെ നടന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയി. അതിന് മുമ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ രാവിലെ കഴിച്ച MTR നിന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആയി. കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു മോള് പുറത്തൊരു കുഞ്ഞ് സെറ്റപ്പ് കണ്ടു. അതിൻ്റെ ഉള്ളിൽ കയറി ഇവിടുന്ന് ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങി. Turn left onto Commercial Street. മറ്റേ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് മാറി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. ഇത് വഴിക്കൂടെയൊക്കെ പശുവൊക്കെ ഉണ്ട്. മുമ്പ് ഒരു പശുവിനെ ഓടിക്കാൻ തുടങ്ങി. ചാണകം കിടപ്പുണ്ട്. ഇത് വലിയ മുട്ടം പശു നമ്മൾ തിരുമ്പ് അതിൻ്റെ ചൊമ്പ കൊണ്ടു പിടിക്കാൻ പറ്റില്ലേ. ഓക്കെ. ഈ കുറച്ച് മുമ്പോട്ട് കണ്ടപ്പോൾ കുറേ നല്ല ലെഹങ്കാസൊക്കെ ഇങ്ങനെ ഡമ്മിയിലിട്ട് വെച്ചേക്കുന്നത് കണ്ടു. നല്ലപോലെയൊന്ന് സെർച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സാധനം കിട്ടുമായിരിക്കും. പക്ഷേ നല്ല വിലയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി അങ്ങ് നടന്ന് അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ മാല, വള, ചെരുപ്പ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇങ്ങനെ വളയും മാലയൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോപ്പിംഗ് കഴിഞ്ഞു. ഹലോ ഗയ്സ്, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് മേഘ്ന ബിരിയാണി കഴിക്കാൻ വേണ്ടി മേഘ്ന ഫുഡ്സ് എന്ന് പറഞ്ഞ ഫേമസ് സ്റ്റോർ വന്നേക്കുവാണ്. അപ്പോൾ ഒരു ബിരിയാണി കാണിച്ചു തരാവേ. തിരിച്ച് റൂമിൽ പോവാണ് ഗയ്സ്. അത് ഞങ്ങൾ ഇനി ഇറങ്ങും. ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ ഞങ്ങൾ റൂമിൽ പോവാണ്. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് രാത്രിയായപ്പോൾ പിന്നെയും ഇറങ്ങി. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ ഊബർ വിളിച്ച് ബ്രൂക്സ് ആൻഡ് ബോൺസ് ബ്രൂവറി എന്ന് പറഞ്ഞിടത്താണ്. ഞാൻ വീട്ടിൽ ചെന്ന് ഇതിനേരം റീൽസ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഇതിനെക്കുറിച്ച്
റീൽസിൽ കണ്ടത്. അപ്പം അത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. ഇവിടുത്തെ ഫേമസ് സാധനം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന മഞ്ഞ സാധനം അതാണ് മാംഗോ ബിയർ. അവർ തന്നെ ബ്രൂ ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ ഞങ്ങളത് കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാമല്ലോ ഓർത്ത് ഞങ്ങളവിടെ ചെന്നാണ്. സൂപ്പർ സാധനം ആയിരുന്നു, കുടിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടെ രാത്രി ഒന്നും കൂടെ ഇറങ്ങി ആ സാധനം പോയി ട്രൈ ചെയ്തു. ടേസ്റ്റ് നോക്കട്ടെ. അതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഇനി ഡേ 2 ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.